ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ജില്ലയിൽ നിപ ഭീതി പടരുമ്പോൾ വവ്വാൽക്കൂട്ടം ഷൊർണൂർ ചുടുവാലത്തൂരുകാരുടെ ഉറക്കം കെടുത്തുന്നു. ശിവക്ഷേത്രത്തിന് സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ മരങ്ങളിലാണ് ഇവ കൂട്ടമായി വന്നിരിക്കുന്നത്. 1.5 വർഷത്തോളമായി ഇവയുടെ ശല്യം സഹിക്കുന്ന ചുടുവാലത്തൂരുകാർക്ക് കിണറിലെ വെള്ളം കുടിക്കാൻ പോലും ഭയമാണ്. മാത്രമല്ല, എന്തെങ്കിലും ശബ്ദമുയരുമ്പോൾ ഇവയെല്ലാം പറന്നുപോകും. അപ്പോഴുണ്ടാകുന്ന വിസർജ്യങ്ങൾ പുറത്തിറങ്ങുന്നവർക്ക് മേൽ വീഴുന്നതും വലിയ ഭീതിയുണ്ടാക്കുന്നുണ്ട്. വവ്വാലുകളുടെ വിസർജ്യത്തിൽ നിന്നാണ് നിപ്പ പടരുന്നത് എന്നതാണ് ഇവരുടെ ആശങ്ക. കോഴിക്കോട് നിപ്പ രോഗം വന്നപ്പോൾ തന്നെ ഇവരും പരാതി നൽകിയിരുന്നു. 1.5 വർഷത്തോളമായി ചുടുവാലത്തൂറുകാർക്ക് വവ്വാലുകളുടെ ശല്യമുണ്ട്. ഇവയുടെ വിസർജ്യം കിണറുകളിൽ വീഴുന്നതിനാൽ കിണറുകൾ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് അടച്ചിടുകയാണ് ഇവർ. മാത്രമല്ല, വീടുകൾക്ക് പുറത്ത് വെള്ളം സംഭരിക്കാൻ പോലും ആകുന്നില്ലെന്നും പരാതിയുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിണറെല്ലാം ഞങ്ങൾ മൂടി വെച്ചിരിക്കുക, ഷീറ്റിട്ട് മൂടി വെച്ചിരിക്കുക. കിണറിൽ വെയിൽ കൊള്ളണമെന്നാണ് പറയുന്നത്, അതില്ല. പിന്നെ മുറ്റം മുഴുവൻ കാഷ്ടിച്ച് കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ചീരക്ക് കൃഷിയായിരുന്നു, അതിലെല്ലാം കാഷ്ടിക്കുക. പച്ചക്കറികൾ മുഴുവൻ കാഷ്ടിക്കുകയാണ്. തുണി ഒന്നും പുറത്തിടാൻ നിർത്തില്ല. അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും പരിഹാരം ഉണ്ടായാൽ ഇത് കുറച്ച് 1 വർഷത്തിലധികമായി ഇത് തുടങ്ങിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും. ഇവിടെ ഇതിന്റെ പ്രദേശത്തൊക്കെ താമസിക്കുന്നത് സൂക്ഷിക്കണം പറഞ്ഞിട്ട് ഇപ്പഴേ. കാരണം ഈ പച്ചക്കറികളെ പഴങ്ങൾ ഇതിലൊക്കെ ഉള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. പച്ചക്കറികളൊക്കെ നമ്മൾ പൊട്ടിക്കുന്നത് എന്തെങ്കിലും പൊട്ടി കഷ്ണങ്ങളുണ്ടെങ്കിൽ നോക്കും. എന്നാലും വലിയ ബുദ്ധിമുട്ടിലാണ്. എല്ലാ സ്ഥലത്തും മിറ്റത്തൊക്കെ കാറിട്ട് കഴിഞ്ഞാൽ അതിന് മുളക് പോയി. പിന്നെ അത് തുടച്ചുണ്ടാക്കാൻ പറ്റില്ല. ജലസ്രോതസ്സുകളിലും ഇവയുടെ വിസർജ്യം വീഴുന്നതിനാൽ ഇതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. 50,000-ൽ പരം വവ്വാലുകൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ കണ്ടെത്തൽ. വവ്വാലുകളുടെ ശല്യം കൂടിയതോടെ നഗരസഭയ്ക്കും പരാതി നൽകിയിരുന്നു. പരാതി സെക്രട്ടറി വനം വകുപ്പിനും കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടില്ല. വനം വകുപ്പിനും ഇക്കാര്യത്തിൽ കാര്യമായൊന്നും ചെയ്യാനില്ല. വവ്വാലുകളുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി ജില്ലാ വനം വകുപ്പിന് നൽകും. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവയെ പരിഭ്രാന്തരാക്കാതെ ശുചിത്വം പാലിച്ച് പഴവർഗ്ഗങ്ങൾ കഴിക്കാതിരിക്കുകയാണ് ചെയ്യാനാവുന്നതെന്നും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബിനീഷ് പറഞ്ഞു. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.